പ്രസൻസ് ഉണ്ടോ? ഇല്ലേ? നിങ്ങളുടെ ഇ കൊമേഴ്സ് പാർട്ണറായ ടൈനിസോട് 4 വർഷത്തോളമായി വർക്ക് ചെയ്യുന്ന ഇ കൊമേഴ്സ് എക്സ്പേർട്ട് ആയിട്ടുള്ള ജസീലിന് എന്താ പറയാനുള്ളത് നോക്കിയാലോ? സോ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബ്രാൻഡുകളോട് ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അവർക്കൊരു പൊസിഷൻ അല്ലെങ്കിൽ സ്പേസ് വേണം, അല്ലെങ്കിൽ അതിൽ അവരത് യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ പ്രൊഡക്റ്റ് നോക്കുന്നത് മിക്കവാറും ഓൺലൈനിലായിരിക്കും. ഒരു വിസിബിലിറ്റി ഉണ്ടാക്കണം. ബ്രാൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. ബ്രാൻഡിന്റെ അവയർനെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഓൺലൈനിൽ ചെയ്യുന്നതാണ്. ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം ആള് എന്താ ചെയ്യുന്നത്, ആള് ഷോപ്പ് ഓപ്പൺ ചെയ്ത് അതൊരു ക്ലോസിംഗ് ടൈം ഉണ്ടായിരിക്കും പുള്ളിക്ക്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓഫ്ലൈനിൽ ചെയ്യുമ്പോഴുള്ള ഫാക്ടറാണിത്. ഇൻ കേസ് നമ്മൾ ഓൺലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24/7 നമുക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കി വെക്കാം. ഏത് ടൈമിലും കസ്റ്റമർക്ക് വന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റ് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതന്നെയാണ് മെയിൻ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ ഓഫ്ലൈനിൽ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ നോക്കുന്ന ടൈമിൽ ഈ പ്രൊഡക്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അവൈലബിൾ ആണോ നോക്കും, എത്ര രൂപയാണ് ഇതിന് വരുന്നത് നോക്കും. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് കസ്റ്റമർ ഓഫ്ലൈനിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. നമുക്കൊരു വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ഷോപ്പിനെ അവൈലബിൾ ആക്കാൻ പറ്റും ഈ 24/7 എന്നുള്ള രീതിയിൽ.